മാത്സ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. CM കിഡ്സ് LSS പരീക്ഷയുടെ 2026 മാത്തമാറ്റിക്സ് ഗണിത ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലത്തെ ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് എത്ര സ്കോർ ലഭിക്കുമെന്നും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഞാൻ ചോദ്യത്തിലേക്ക് പോവാണ്. അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെ കുറിച്ച് ശരിയായത് ഏത്? അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിട്ട് വരുന്ന 3 ഡിജിറ്റ് നമ്പറുകളിൽ ലാർജസ്റ്റ് നമ്പറിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പറാണ്. അതെന്താണ്? സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിരിക്കണം, ലാർജസ്റ്റും ആയിരിക്കണം. 3 ഡിജിറ്റ് നമ്പർ ലാർജസ്റ്റ് ആയിട്ട് വരുമ്പോൾ 9ലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഏത് ഡിജിറ്റ് നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ഇവിടെ 9 വരാം. എല്ലാം കൂട്ടിയിട്ട് 10 കിട്ടണം. 10 കിട്ടിയും വേണം. 10 ആയിരിക്കണം. അപ്പൊ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ 10 കിട്ടാൻ. ആ 1 നമുക്ക് എങ്ങനെ എഴുതാം? 910 എന്ന് എഴുതാം. ഇതാണ് ഏത് നമ്പർ? സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിട്ടുള്ള ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അതിൽ ഉപയോഗിക്കാൻ പറ്റും 910. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് 10 കിട്ടും. 9 1 10. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ആ സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം 9 ആയിരിക്കും. അതായത് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് 9 ആയിരിക്കും എന്നാ പറഞ്ഞത്. ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് എത്ര വരുന്നത്? ഇവിടെ 0 ആണ് വരുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ആ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇതല്ലേ 100ന്റെ സ്ഥാനം വരെ 9. അപ്പൊ അത് ട്രൂ ആണ്. ആ സംഖ്യയിൽ 0 ഉണ്ടായിരിക്കില്ല. 0 ഉണ്ടല്ലോ. അപ്പോ ഇതും തെറ്റാണ്. ആ സംഖ്യയുടെ 10ന്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. അതും തെറ്റാണ്. 10ന്റെ സ്ഥാനത്ത് 9 അല്ല. 10ന്റെ പ്ലേസിൽ എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് മാത്രമാണ് ശരിയുള്ളത്? ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ബി ആണ് ഇവിടെ അതിന്റെ ആൻസർ. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊന്നത് ആൻസറിലേക്കുള്ള ഞാനൊന്നും കൂടെ ചെയ്യട്ടെ. ഓക്കെ 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 അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ബി ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് പറയുന്നത്? നിതിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂർ എത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്ത് എത്തും. കോഴിക്കോട് നിന്ന് കോട്ടയത്തിൽ എടുക്കുന്ന സമയം എത്രയാണ്? എന്താണ്? നിതിൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മോർണിംഗിൽ 8 o'clock കോഴിക്കോട് നിന്ന് അയാൾ ട്രാവൽ ചെയ്യുന്നത്. 10:40 അയാൾ ഇവിടെ എത്തി, തൃശ്ശൂരിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? 2 മണിക്കൂർ വീണ്ടും അയാൾ എത്ര യാത്ര ചെയ്യുന്നു? 2 hours 50 minutes വീണ്ടും ട്രാവൽ ചെയ്തിട്ട് കോട്ടയത്ത് എത്തുന്നു. പിന്നെ കോഴിക്കോട് നിന്ന് കോട്ടയത്തിലേക്ക് ഉണ്ട്. അപ്പൊ പുറപ്പെടുത്ത സമയം എവിടെ നിന്നാണ്? പുറപ്പെടുന്നത് കോഴിക്കോട് നിന്നാണ്. എത്തേണ്ടത് എവിടെയാണ്? കോട്ടയത്താണ് എത്തുന്നത്. അപ്പൊ കോഴിക്കോട് നിന്ന് കോട്ടയത്തിന് എടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് നോക്ക്, അവിടുന്ന് 8 മണിക്കാണ് അവിടുന്ന് പുറപ്പെടുന്നത്. എന്നിട്ട് തൃശ്ശൂർ എത്തുകയാണ്. തൃശ്ശൂർ എത്രയാണ്? എത്ര മണിക്ക്? 10:40. അപ്പൊ തൃശ്ശൂർ വരെ എത്ര സമയം എടുത്തു? 8 മുതൽ 10 വരെ 2 മണിക്കൂർ 2 hours വരും. പിന്നെ 40 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂറും 2 മണിക്കൂറും 40 മിനിറ്റും എടുത്തു. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. 2 മണിക്കൂർ 40 മിനിറ്റ് എടുത്തു. ഓക്കെ, 2 hours 40 minutes. ഇനി എന്താ ചെയ്യുന്നത്? വീണ്ടും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്തു. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ എത്തിയത്. അവിടുന്ന് വീണ്ടും 2 മണിക്കൂർ 50 മിനിറ്റ് വീണ്ടും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വീണ്ടും 2 മണിക്കൂർ യാത്ര ചെയ്യുന്നു. 2 മണിക്കൂർ അതേപോലെ 50 മിനിറ്റ് യാത്ര ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ യാത്രക്കിടുന്ന സമയം എന്തായിരിക്കും? ഈ 2 മണിക്കൂർ 40 മിനിറ്റും ഈ 2 മണിക്കൂർ 50 മിനിറ്റും. അത് നമുക്ക് കൂട്ടി നോക്കിയാൽ മതി. അപ്പോ 2 മണിക്കൂറും 2 മണിക്കൂറും കൂട്ടിയാൽ എത്ര കിട്ടും? 2 മണിക്കൂറും 2 മണിക്കൂറും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 4 മണിക്കൂർ കിട്ടും. 4 മണിക്കൂർ കിട്ടും. അതായത് 4 hours കിട്ടും. ബാക്കി എത്രയാണ് ഉള്ളത്? 40 മിനിറ്റ് ഉണ്ട്,
40 മിനിറ്റും പിന്നെ 50 മിനിറ്റും. അത് കൂട്ടിയാൽ എത്ര കിട്ടും? 40 50 കൂട്ടിയാൽ നമുക്ക് 40 50 90 90 മിനിറ്റ് കിട്ടും. ഈ 90 മിനിറ്റാണ് കിട്ടുക. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 90 മിനിറ്റിന് എങ്ങനെ എഴുതാം? ഒരു മണിക്കൂറും 30 മിനിറ്റും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 90 മിനിറ്റിൽ 60ഉം 30ഉം മിനിറ്റ് ആക്കിയിട്ട് എഴുതാം. 60 മിനിറ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ നേരത്തെ കിട്ടിയ മണിക്കൂർ എത്ര? 4 മണിക്കൂർ. ഇപ്പൊ കിട്ടിയ എത്ര? ഒരു മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ ആകെ എത്രയാവും? 5 മണിക്കൂർ. ആകെ വരുന്നത് 5 മണിക്കൂർ 30 മിനിറ്റ് സമയം വരും. 5 മണിക്കൂർ 30 മിനിറ്റ്. 5 hours and 30 minutes. അപ്പൊ ഏതാണ് അവിടെ ആൻസർ നോക്കിയാൽ നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. കറക്റ്റ് അല്ലേ? ഓക്കെ, 2 ടൈമും കൂടെ കണ്ടിട്ട് കൂട്ടിയാൽ മതി. ഇനി ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച 3 ആണ്. ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച എത്ര? അപ്പോൾ ഫസ്റ്റ് സൺഡേ ഓഫ് ജാനുവരി എന്താണ് പറയുന്നത്? സൺഡേ ആണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ജനുവരി ഫസ്റ്റിൽ വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വരുന്നത് 3rd ജാനുവരിയാണ്. ഫസ്റ്റ് സൺഡേ വരുന്നത് 3rd ജാനുവരി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഞാൻ എഴുതുമ്പോൾ ജനുവരി JA എന്നാണ് ജനുവരി 3 എന്താ ദിവസം? സൺഡേ ആണ്, ഞായറാഴ്ച. സൺഡേ ഞായറാഴ്ചയാണ്. എന്നിട്ട് എന്താ ആ മാസത്തിലെ അവസാനത്തെ ലാസ്റ്റ് സൺഡേ ഏതാണെന്നാണ് ചോദ്യം. മലയാളത്തിൽ ഇവിടെ ചോദ്യം ഉള്ളത് കൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ജനുവരി 3 സൺഡേ ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് സൺഡേ ആണ്. അപ്പൊ എല്ലാം സൺഡേ വരിക. അപ്പോൾ കലണ്ടറിൽ ഒരു സൺഡേ കിട്ടി കഴിഞ്ഞാൽ അടുത്ത സൺഡേ കാണാൻ 7 ആഡ് ചെയ്ത് പോയാൽ മതി. 7 കൂട്ടി പോയി കിട്ടുന്നതെല്ലാം സൺഡേകളായിരിക്കും. അപ്പൊ ജനുവരി 3 സൺഡേ ആണെങ്കിൽ 3ന്റെ പേര് 7 കൂട്ടിയാൽ 10 സൺഡേ ആയിരിക്കും. അതിന്റെ പേര് 7 കൂട്ടിയാൽ 17 സൺഡേ ആയിരിക്കും. അതിന്റെ പേര് 7 കൂട്ടിയാൽ 24 സൺഡേ ആയിരിക്കും. അതിന്റെ പേര് 7 കൂട്ടിയാൽ 31 സൺഡേ ആയിരിക്കും. 31 സൺഡേ. അപ്പൊ ആൻസർ ഏതാ വരിക? 31 എന്ന് പറയുന്ന ആൻസർ അത് ബി ആണ് വരിക. അപ്പൊ ഇങ്ങനെ എഴുതാതെയും നമ്മൾക്ക് കണ്ടുപിടിക്കുക. അതെന്താണെന്നറിയോ? ആദ്യത്തെ 3 ദിവസങ്ങളിലാണ് തീയതികളിലാണ് 1 2 3 തീയതികളിലെ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 28 കൂട്ടിയാൽ നമുക്ക് അവസാനത്തെ ആഴ്ചയിലെ ദിവസം കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ജനുവരി 3 ഞായറാഴ്ചയാണ്. അപ്പൊ ഏറ്റവും അവസാനത്തെ കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ 28 കൂട്ടിയാൽ മതി. 3ഉം 28ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 31. ജനുവരിക്ക് 31 ദിവസം ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഡയറക്റ്റ് ആക്കിയിട്ടും അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 45 × 8 തുല്യമായത് ഏത്? പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം അത്. കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്ക്. 45 × 8 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനെ ഇവിടെ എല്ലടിക്ക് നോക്കിയ 40 വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 45 × 8 എന്ന് പറയുമ്പം ഒന്നിക്കില് 40 കൂട്ടണം 5 45 ആണ്. അതിനെ നമുക്ക് 8 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ എന്തുണ്ടാവും? 40 8 ഉണ്ടാവും, പിന്നെ 5 8 ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൻസർ നമുക്ക് ഏതാ കിട്ടുക? 40 8. ഓപ്ഷൻ സി നിങ്ങൾ നോക്കാം. 40 8 ഉണ്ട്, 5 8 ഉണ്ട്. 40 8ഉം 5 8ഉം ചേർന്ന് നമുക്ക് എത്ര കിട്ടും? 40 + 5 45 8 കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്ക്. 4 × 8 5 × 8 ശരിയാവില്ലോ. നമുക്ക് 45 × 8 എന്ന് പറയുമ്പോൾ 40 8ഉം 5 8ഉം 48 തന്നെ ആവണമെന്നില്ല. 35 8 ആണെങ്കിൽ ബാക്കി 10 8 വേണം. 35 8 ആണ് എടുക്കുന്നതെങ്കിൽ 10 8 വേണം. അത് കൂട്ടിയിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ നോക്കിയിട്ട് എഴുതണം. ഓക്കെ, അടുത്ത് നോക്കുക. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടി. ആ സംഖ്യയുടെ അടുത്ത സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ നമ്പർ ആകുമ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. നോക്ക് കുട്ടികളെ, 4നെ 9 കൊണ്ട് ഗുണിച്ച 36 ആണ്. 4നെ 9 കൊണ്ട് ഗുണിച്ച 36 ആണ്. 4ന്റെ അടുത്ത നമ്പർ 5 ആണ്. ഞാനൊരു ഉദാഹരണം പറയുന്നേ. അപ്പൊ 5നെ 9 കൊണ്ട് ഗുണിച്ചാൽ നോക്കിയാൽ 36 9ഉം 5 9 45 കിട്ടും. ഈ 45 എന്ന് പറഞ്ഞാൽ എന്താ?
ഈ 36ന്റെ കൂടെ ഒരു 9 കൂട്ടിയതാണ് അല്ലെ. അപ്പൊ അടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 4നെ 9 കൊണ്ട് ഗുണിച്ചു, പിന്നെ 5നെയാണ് അടുത്ത സംഖ്യനെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ എത്ര കൂട്ടിയാ മതി? ഒരു 9 കൂട്ടിയാ മതി. ആ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏതോ ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോ 1971 കിട്ടിയില്ലെങ്കിൽ ഈ സംഖ്യയുടെ അടുത്ത സംഖ്യയെ ഗുണിക്കുമ്പോ 9 കൊണ്ട് ഗുണിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1971ന്റെ കൂടെ ഒരു 9 കൂട്ടിയാ മതി. അടുത്ത സംഖ്യനെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 9 അധികം വരും. അപ്പൊ 1971 പ്ലസ് 9 നമുക്ക് 1980 എന്ന് പറയുന്ന ആൻസർ കിട്ടും. പക്ഷെ നമ്മളുടെ ഓപ്ഷൻ നോക്കുക, എങ്ങനെയാണ് ഈ കൂട്ടൽ ഇട്ടിട്ട് തന്നെയാ ഇല്ലത്. അപ്പോ ഏതാണ് ഓപ്ഷൻ വരിക? ഒന്നാമത്തത് എ ആണ് അതിന്റെ ആൻസറിൽ വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് കൂട്ടിക്കിട്ടുക? അത് മനസ്സിൽ തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു നമ്പറിനെ ഇന്ന ആളെ കൊണ്ട് ഗുണിച്ച് ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത നമ്പറിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ഗുണിച്ച നമ്പർ ആദ്യത്തെ ഉത്തരത്തിന്റെ കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ, 26ാമത്തെ ചോദ്യം. 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കൂ. 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആണ്. കുട്ടികൾക്ക് അറിയാം ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ. ഓക്കെ, ഒരു സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ 4 മില്ലി ലിറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ അപ്പുറം എത്രയാവും? അന്നേരം 10, ഒരു സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ നമുക്ക് എത്ര കിട്ടും? 100 മില്ലിമീറ്റർ കിട്ടും. ഒരു മിനിറ്റ് ഞാനതൊന്ന് എഴുതട്ടെ. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 100 മില്ലിമീറ്ററിന് കിട്ടും. അപ്പൊ നമ്മൾക്കിവിടെ തന്നത് എന്താ? 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആണ് നമുക്ക് തന്നത് അല്ലെ. 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 100 മില്ലിമീറ്ററിന്റെ കൂടെ 4 മില്ലിമീറ്ററും കൂടെ കൂട്ടിയ 104 മില്ലിമീറ്റർ ആണ് മില്ലിമീറ്ററിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇനി ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇത് 104 സെന്റിമീറ്ററിന് തുല്യമാണ്. തെറ്റാണ്. 104 മില്ലിമീറ്റർ ആണ് തുല്യം. അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. ഇത് 1 മീറ്ററിനേക്കാൾ കുറവാണ്. ആലോചിച്ച് നോക്കിയാൽ 104 മില്ലിമീറ്റർ ആണ്. 1 മീറ്ററിനേക്കാൾ കുറവാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 10 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പൊ 1 സെന്റിമീറ്ററിലെ കുറവ് 1 മീറ്ററിനെക്കാട്ടി കുറവല്ലേ വരല്ലേ? 100 സെന്റിമീറ്റർ വേണ്ടോ? അപ്പോ ഇത് 10 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ 11 സെന്റിമീറ്റർ പോലും ഇല്ല. അപ്പോ ഇത് 1 മീറ്ററിനേക്കാള് കുറവാണ്. മീറ്ററിനേക്കാളുമാണ്. ഇത് 1 മീറ്ററും 4 സെന്റിമീറ്ററും ചേർന്നാണ്. ഒരു 4 സെന്റിമീറ്ററുള്ള 4 മില്ലിമീറ്റർ. 1 മീറ്ററും 1 മീറ്റർ ഇല്ലല്ലോ. അപ്പൊ അത് അന്നേരം കാണുമ്പോൾ തന്നെ അത് തെറ്റായി. ഇത് 104 മില്ലിമീറ്റർ തുല്യമാണ്. ശരിയാണ്, 104 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 104 മില്ലിമീറ്ററിന് തുല്യമാണ്. അപ്പൊ ഏതെല്ലാം ഉത്തരം വരില്ലേ? രണ്ടാമത്തത് ശരി. താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കി ശരിയായവ ഏതെല്ലാം? അപ്പൊ ഏതെല്ലാം ശരി നോക്കിയാൽ രണ്ടാമത്തെ ശരി, അതേപോലെ നാലാമത്തതും ശരി. 2ഉം 4ഉം ശരിയായിട്ട് വരുന്നത് ഏതാന്ന് നോക്കിയാൽ ഒന്നാമത്തെ ആൻസർ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് ഒന്നാമത്തേത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സെന്റിമീറ്റർ മില്ലിമീറ്റർ ബന്ധം, മീറ്റർ സെന്റിമീറ്റർ ബന്ധം അറിഞ്ഞിരിക്കണം. അടുത്ത സംഖ്യ ഏത്? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഇങ്ങനെയാണ്: 8, 18, 30, 44, 60. അപ്പോ ഈ സംഖ്യകളുടെ വ്യത്യാസം നോക്കിയാൽ 8, 18ലേക്ക് വരും 10 എണ്ണത്തിന്റെ വ്യത്യാസം. 8ന്റെ കൂടെ 10 കൂട്ടിയാണ് 18 കിട്ടുക. 8ഉം 18ഉം തമ്മിൽ 10. 18ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വേണം കണ്ടുപിടിച്ചോ. 30ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് 12 കിട്ടും. അപ്പൊ ഇവിടെ വ്യത്യാസം 12. ഇവിടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ വിഷമമില്ല. 30ൽ 44ലേക്ക് 14 വ്യത്യാസം. 44ൽ നിന്ന് 60ലേക്ക് അത് വേണം നോക്കിക്കോ. 60ൽ നിന്ന് 44ലേക്കുള്ള വ്യത്യാസം നമുക്ക് 16 കിട്ടും. വ്യത്യാസം നമുക്ക് കിട്ടുന്നത് എത്ര? 16. അപ്പൊ അടുത്ത വ്യത്യാസം എത്രയായിരിക്കും നോക്കിയാൽ
10, 12, 14, 16 രണ്ട് കൂടി പോവുകയാണ്. അപ്പൊ അടുത്ത വ്യത്യാസം 18 ആയിരിക്കും. അപ്പൊ ഈ 60ഉം ഈ 18 വ്യത്യാസവും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 60ഉം 18ഉം കൂട്ടിയാൽ 78 കിട്ടും. 78 എന്ന് പറഞ്ഞത് ഒന്നാമത്തത് 78. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും എ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആ വ്യത്യാസത്തിന്റെ ക്രമം നോക്കി പോയിട്ട് അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ, ശ്രദ്ധിക്കണം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് വരുന്നത്. അപ്പൊ 6489 കഴിഞ്ഞിട്ടടുത്ത് നോക്കാം. നിങ്ങൾ നോക്കിയാൽ 6489 കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞാല് എന്തായിരിക്കണം? കഴിഞ്ഞ് വരുന്നത് ചെറുതായിരിക്കണം. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ 6489 കഴിഞ്ഞ ചെറുതാണ് വേണ്ടത്. അപ്പൊ എന്താണ് വരിക? ഈ നോക്കാം, ഇവിടെ 3214 ഉണ്ട്, പക്ഷെ അത് തൊട്ടടുത്തത് വരണം. ഇത് കഴിഞ്ഞ് തൊട്ട് ചെറുത്. അപ്പൊ 7854 പറ്റൂല, കാരണം അത് വലുതാണ്. 6548 പറ്റൂല, ഇത് 6489 അല്ലേ, അതിനെക്കാട്ടി ചെറുതാ വേണ്ടത്. 3985 പറ്റും, പക്ഷെ അതിനേക്കാളും വേറെ ഉണ്ടോ നോക്കാം നമുക്ക്. 6241 അതും ചെറുതാണ്, പക്ഷെ 6000 എത്രയുണ്ട് ഇവിടെ? 458 ഉണ്ട്. നോക്കിയാൽ 6489 കഴിഞ്ഞിട്ട് 6458 കഴിഞ്ഞിട്ട് 6548 കഴിഞ്ഞിട്ട് 6489 കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി ചെറുത് വരുന്നത് 6458, അതിനേക്കാളും ചെറുത്. അപ്പൊ അതിനേക്കാളും ചെറുത് 6241. 6241 ഇതാണ് ഈ 6489 കഴിഞ്ഞ് വരുന്ന ചെറുതുകൾ. അപ്പൊ എല്ലാം നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ തൊട്ടടുത്ത് വരുന്നതാണ് ചോദിച്ചത്. തൊട്ടടുത്തപ്പോ ഏതാ വരിക? 6458. ഓപ്ഷൻ സി ആണ് അവിടെ വരിക. അപ്പൊ സ്ഥാനവിലയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ സി ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലാവല്ലോ. ലേക്ക് പോവുകയാണ്, 29ലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് കോളം 1, കോളം 2 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 5000, 10, 100, 8, 1, 3000 ആണ്. 3000, 10 hundreds, 8 ones, 2000s, 20 hundreds, 8 tens, 8 1, 3000, 1800, 7 10, 10 1. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കിട്ടിയ വാല്യൂ വലത്ത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. 3000 എന്ന് പറയുമ്പോൾ അതിന്റെ വില എത്ര വരും? 3000. 3000 വരുമല്ലോ. 10 100, 10 അല്ലേ? 1000. 8 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 8 തന്നെ. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ എത്ര നോക്കിയാൽ 8 0 0 3 1 4. 4008 കിട്ടും. 4008 ഏതാണ്? സി ആണ്. അപ്പൊ ഒന്നാമത്തേതിൻ്റെ വരുന്നത് സി ആണ് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2000 എന്ന് പറയുമ്പോൾ 2000. പിന്നെ 20 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 10 100 1000 നിങ്ങൾക്കറിയാം. അപ്പൊ 20 100 എന്ന് പറഞ്ഞാൽ അതും 2000 തന്നെയാണ്. 20 × 100 അല്ലേ? 20 × 100 ഗുണിച്ചാൽ നമുക്ക് 2000 കിട്ടും. 8 10 ആണ്. പിന്നെ 8 10 നമുക്ക് എങ്ങനെ എഴുതാം? 8 10 അത് നമുക്ക് 80. ഇങ്ങനെ സ്ഥാനവില വെച്ച് പഠിക്കണം. 8 1 നമുക്ക് കിട്ടും 8. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ, കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും നോക്കിയാൽ? 8 8 0 4 4088 കിട്ടും. 4088 ഏതാണ്? ഡി ആണ്. അപ്പോൾ രണ്ടാമത്തത് ഡി ആണ്. മൂന്നാമത്തത് ഇനി നോക്കണം. 3000. അതിന് നമുക്ക് എഴുതാം 3000 എന്ന് പറയുമ്പോൾ 3000. 3000 18 100. 18 100 പറഞ്ഞാൽ എന്താ അർത്ഥം? 18 × 100 എന്നാണ്. അത് എത്ര വരിക? 1800 വരില്ലേ? അപ്പൊ അത് 1800. പിന്നെ 7 10 ആണ്. പിന്നെ 7 10 70. 10 1 ആണ്. 10 1 പറഞ്ഞാൽ 10 തന്നെയല്ലേ? 10. എന്നിട്ട് കൂട്ടുക. 0 7 1 8
8ന് 8 3 1 4 4880 വരിക. അത് എ ആണ്. അപ്പൊ മൂന്നാമത്തത് വരില്ല എ. അപ്പൊ 3 എണ്ണത്തിന്റെ ആൻസർ ആയി. അപ്പൊ ഇങ്ങനെ വില കണ്ടുപിടിക്കാനും സ്ഥാനവിലകൾക്കനുസരിച്ച് ഓരോന്ന് കണ്ടുപിടിക്കാനും കുട്ടികൾക്ക് അറിയണം. അപ്പൊ എന്താ വരിക? ഒന്നാമത്തത് സി, രണ്ടാമത്തത് ഡി, മൂന്നാമത്തത് എ. അതേതാന്ന് നോക്കിയാൽ ഒന്നാമത്തത് സി, രണ്ടാമത്തത് ഡി, മൂന്നാമത്തത് എ. ഓപ്ഷൻ ഡി നോക്കിയാൽ ഒന്നാമത്തത് സി, രണ്ടാമത്തത് ഡി, മൂന്നാമത്തത് എ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 30ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു. പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ താഴെയുള്ള ചിത്രം ഒരു ദീർഘചതുരമാണ്. അപ്പൊ എന്താണ് ഫോളോയിങ് ഫിഗർ എന്താന്ന് പറയുന്നത്? ഒരു റെക്റ്റാങ്കിൾ ആണെന്നാണ് പറയുന്നത്. ഇത് നോക്കിയാൽ റെക്റ്റാങ്കിൾ ആണോ? അല്ല. ചതുരമാണെങ്കിൽ എന്തായിരിക്കണം? കുത്തനെ വര വേണം. ഒരു വരക്ക് മറ്റൊരു വര കുത്തനെ വരണം. കുത്തനെ വരണ്ടേ? ഇങ്ങനെ കുത്തനെ വരണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെക്റ്റാങ്കിൾ, ചതുരം എന്ന് പറയാം. ഇത് അങ്ങനെയല്ല, ചെരിഞ്ഞിട്ടാ ഉള്ളത്. അപ്പൊ എന്താണ് ഈ പ്രസ്താവന? എന്താണ്? ദീർഘചതുരമാണെന്നുള്ള പ്രസ്താവന തെറ്റാണ്. 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണ്. നോക്കിയാൽ 4 സൈഡ് വരുന്നതെല്ലാം ഏതിനകത്ത് 4 സൈഡ് ഉണ്ടെങ്കിൽ അത് എന്താന്നാ പറയുന്നവര്? റെക്റ്റാങ്കിൾ ആണെന്ന് അതിന്റെ റീസൺ പറയുന്നത്. 4 വശമുള്ള റെക്റ്റാങ്കിൾ ആണോ? അല്ല. അതുകൊണ്ട് ആ റീസണും തെറ്റ്. കാരണം എന്താ? 4 സൈഡ് എന്ന് പറഞ്ഞത് 4 സൈഡ് എന്നാ പറയുന്നത്. ഇത് കണ്ടില്ലേ? ഇതെങ്ങനെയാണ് റെക്റ്റാങ്കിൾ ആവാൻ പറ്റുക? അപ്പൊ റെക്റ്റാങ്കിളിന്റെ കാരണം എന്താണ്? എന്തല്ല? 4 വശമുള്ളതെല്ലാം റെക്റ്റാങ്കിൾ ആണെന്ന് പറയുന്ന ഒരു റീസൺ അല്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഇതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക? പ്രസ്താവനയും കാരണവും എന്താണ്? തെറ്റാണ്. രണ്ടും തെറ്റാണ്. പ്രസ്താവനയും അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരിക. കുട്ടികൾക്ക് മനസ്സിലായി എന്നാവുന്നിരിക്കുന്നു. ദീർഘചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ, അതിന്റെ പ്രത്യേകത അറിയണം. പിന്നെ 4 സൈഡുള്ള രൂപങ്ങളെല്ലാം റെക്റ്റാങ്കിൾ ആണെന്ന് പറയുന്നതും ചതുരമാണെന്ന് പറയുന്നതും തെറ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓരോന്നും മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ മാത്സ്യൂൾ എൻ്റെ ചാനലിലുണ്ട്. അത് കാണുക, കൂടുതൽ പഠിക്കുക, മിടുക്കരാവുക. വെക്കേഷൻ ക്ലാസ് നമ്മൾ ഏപ്രിൽ 2-ന് തുടങ്ങുന്നുണ്ട്. അതിലും പങ്കാളികളാവാൻ ശ്രമിക്കുക. ഓക്കെ.